റോഡ് നിർമ്മാണത്തിൽ അഴിമതിയെന്ന് വി.ടി. ബൽറാം. കറുകപുത്തൂർ അക്കിക്കാവ് പാത നിർമ്മാണത്തിൽ അഴിമതി നടന്നതായി മുൻ എം.എൽ.എ. വി.ടി. ബൽറാം ആരോപിച്ചു. പണി കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ പാത തകർന്നതായും നിർമ്മാണവുമായി ബന്ധപ്പെട്ടുയർന്ന പരാതികളെക്കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസ് ഉദ്യോഗസ്ഥർ റോഡ് സന്ദർശിച്ചിട്ടുണ്ടെന്നും വി.ടി. ബൽറാം ആരോപിച്ചു. ഏതാണ്ട് 13.5 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ച് നബാർഡിന്റെ സഹായത്തോടുകൂടി നിർമ്മിക്കുന്ന കറുകപുത്തൂർ അക്കിക്കാവ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടം പൂർത്തീകരിച്ചതിന് ശേഷമുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് ഈ മതുപ്പുള്ളി പ്രദേശത്താണ്. ഈ പ്രദേശത്ത് ഈ വർക്കിന്റെ ഭാഗമായിട്ട് BMN-BC ആണ് വർക്ക്. അതിന്റെ ആദ്യഘട്ടമായിട്ടുള്ള BM ബിറ്റുമിനൈസ് മെക്കാഡം എന്ന് പറയുന്ന ഒരു ലെയർ അതിന്റെ പ്രവൃത്തി ചെയ്തതിന് ശേഷം ഒരു 2 മാസത്തോളം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ തന്നെ അത് പൂർണ്ണമായിട്ട് തന്നെ തകരുകയും ആ തകർന്ന ഭാഗത്തിൽ പല സ്ഥലങ്ങളിലും ഇവർ അടുത്തിടെ ഓട്ടയടക്കുകയും ആ ഓട്ടയടച്ച ഭാഗം വീണ്ടും തകരുകയും ചെയ്ത അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് PWDയുടെ ജില്ലയിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധന നടത്തിയാണ്. ഞാൻ അവരോടും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളും അഴിമതിയും നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരികയാണ്. അത്രത്തോളം ഗുണനിലവാരമില്ലാത്ത പ്രവൃത്തിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതോടൊപ്പം ഇതിന്റെ എസ്റ്റിമേറ്റ് വിവരാവകാശ നിയമപ്രകാരം പൊതുപ്രവർത്തകരായിട്ടുള്ള സുധീർ അടക്കമുള്ള ആളുകൾ എടുത്തപ്പോൾ അതിൽ 4 കിലോമീറ്റർ ദൂരം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെയായി ഡ്രെയിനേജിന്റെ പ്രൊവിഷൻ ഇതിൽ കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും അത്തരത്തിൽ ഡ്രെയിനേജ് നിർമ്മിച്ചതായിട്ട് കാണാനില്ല. അതുപോലെ തന്നെ കൾവർട്ടുകളുടെ നിർമ്മാണം അത് ശരിയാവണ്ണം നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഉയരുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ക്രമക്കേടുകൾ പ്രഥമദൃഷ്ട്യാ തന്നെ നമുക്ക് ബോധ്യമാവുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് ഈ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം സമഗ്രമായിട്ട് തന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ ആവശ്യപ്പെടാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർമ്മാണ കമ്പനി യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇതിന്റെ പണി പൂർത്തീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ ദുരിതം സമ്മാനിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും വർഷങ്ങളുടെ ബുദ്ധിമുട്ടുകളാണ് ഈ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനം മൂലം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരു തരത്തിൽ ഇടപെടാനോ ഇത് സംയോജിതമായിട്ട് പൂർത്തീകരിക്കാനോ ഉള്ള ഒരു ശ്രമം PWD വകുപ്പിന്റെയോ മറ്റ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തതുകൊണ്ടുകൂടിയാണ് ഈ ദുരവസ്ഥ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ തിരക്ക് പിടിച്ച ഈ പണി നടത്തിയതിനു ശേഷം ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾക്ക് തന്നെ നിർമ്മിച്ച റോഡ് തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ മുകളിൽ ഒരു ലെയർ കൂടി ചെയ്യാനുണ്ട്. പക്ഷെ ഇതിന്റെ ബേസ് ലെയർ തന്നെ തകർന്ന സാഹചര്യത്തിൽ ആ രണ്ടാമത്തെ ലെയർ BC ലെയർ ചെയ്താൽ അതും എത്രയും പെട്ടെന്ന് തന്നെ തകരും. ഇതിനേക്കാൾ തിക്നെസ് കുറവാണ് രണ്ടാമത്തെ BC ലെയർ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബേസ് ലെയറാണ് BM ലെയറാണ് ഏറ്റവും നല്ല ഗുണനിലവാരത്തിൽ ചെയ്യേണ്ടത്. അതിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള 2-3 കാര്യങ്ങൾ, ഒന്ന് ഗുരുതരമായിട്ടുള്ള അഴിമതിയും ക്രമക്കേടും ഇതിന്റെ നിർമ്മാണത്തിലെ ഗുണനിലവാരക്കുറവും പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യമാവുന്ന കാര്യമാണ്. ഇതിന്റെ ടൈം ഡിലേ അത് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ദുരിതം അത് രണ്ടാമത്തെ ഒരു വിഷയമാണ്. അതോടൊപ്പം നിർമ്മാണ എസ്റ്റിമേറ്റിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതും കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാവേണ്ടതാണ്. മന്ത്രി MB രാജേഷ് ഇതിനുവേണ്ടി 13.5 കോടി രൂപ അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫ്ലക്സ് ബോർഡുകളൊക്കെ അവിടെ ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ 13.5 കോടി രൂപ യഥാർത്ഥത്തിൽ എവിടെ പോയി എന്നുള്ളത് ഈ റോഡ് കണ്ടാൽ തന്നെ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. മന്ത്രിയും ഭരണകക്ഷിയും PWD വകുപ്പും ഇക്കാര്യത്തിൽ ജനങ്ങളോട് ആൻസറബിൾ ആണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമാണ് ഞാനിവിടെ വന്നപ്പോൾ അവരെന്നോടും സൂചിപ്പിച്ചത്. അത് കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണം ഇക്കാര്യത്തിൽ എന്നുള്ളത് PWDയോട് ശക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.